ദൈവത്തിന് സ്തുതി. പ്രഭാതകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2240. ഇന്ന് ഫെബ്രുവരി മാസം 17-ാം തീയതി, 48-ാമത്തെ ദിവസത്തിലെത്തി. വലിയ നോമ്പ് ഇന്ന് 2-ാം ദിനമാണ്. കാനാവിലെ വിവാഹ വീടിനെ നമ്മൾ എത്ര വേഗമാണ് ഉപേക്ഷിച്ചത്, മറന്നത്. 2 ദിവസം മുമ്പ് സഭ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി തന്നതാണ്. എന്നിട്ടും നമ്മൾ വിട്ടുകളയുകയാണ്. ആ വീട്ടിലേക്ക് ഒന്നും കൂടി ഒന്ന് പോയാലോ? വിവാഹത്തിന്റെ ആ വീട്ടില് പാട്ടും നൃത്തവും ഉണ്ടായിരുന്നു, വലിയ ആരവമുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ആപത്തോ അപകടമോ ഉണ്ടാവുന്നു. അധികം ആരും അറിഞ്ഞില്ല, ആരും തന്നെ അറിഞ്ഞില്ല. എന്നാലും ചടങ്ങുകളൊക്കെ കഴിയും. വീഞ്ഞുൾപ്പെടെയുള്ള വിരുന്ന് വിഭവങ്ങളൊക്കെ വന്നെത്തിയ വിരുന്നുകാർ ആസ്വദിച്ചു കഴിയും. ആ പരിചാരകരെങ്കിലും പറയാതിരിക്കും. അവർക്ക് പറയാതിരിക്കാനാവുമോ? അങ്ങനെ പതിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതോടുകൂടി കൊത്തനയിലെ വീട്, ആ ഒരു വിവാഹ വീട് എന്ത് പെട്ടെന്നാണ് ഒരു ആരവത്തെ വിട്ട് നിശബ്ദതയിലേക്ക് എത്തിയത്. അവിടുന്ന് പതിയെ സ്തുതിയും സ്തോത്രവും ഒക്കെ ഉയർന്നിട്ടുണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ക്രമവിരുദ്ധമായ സംഭാഷണങ്ങളെ, വിചാരങ്ങളെ എല്ലാം ഒന്ന് ക്രമപ്പെടുത്താനായിട്ട്, എല്ലാത്തിനെയും ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് നോമ്പില് യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങാകുന്ന വെളിച്ചത്താല് എന്നെയും ഒന്ന് നിർമ്മലീകരിക്കണമേ. വിശുദ്ധനായ മർക്കൂസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശുവിനെ കുറിച്ചാണ്. മരുഭൂമിയിൽ 40 ദിവസം സാത്താൻ അവനെ പരീക്ഷിച്ചു, പ്രലോഭിപ്പിച്ചു. 40 ദിവസമേ, അതും സാക്ഷാൽ യേശുവിനെ. നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പ്രയാസമാണ്. യേശുവിനെ സാത്താൻ പരീക്ഷിക്കുക തിരുവചനമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് തിരുവചനത്തിലേക്ക് എത്താതെ പോകുന്നത്? വീണ്ടും വചനം പറയുന്നു, അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. മാലാഖമാർ അവനെ ശുശ്രൂഷിച്ചു. യേശുതമ്പുരാന്റെ നോമ്പുകാലത്തെക്കുറിച്ചുള്ള കുറിപ്പാണിത്. നമ്മുടെയും ഈ നോമ്പിന്റെ 2-ാം ദിനത്തിൽ നമ്മളും ഇതിനെ ഒന്ന് ധ്യാനിക്കണ്ടേ? ഇവിടെ മൃഗങ്ങളും മാലാഖമാരും മനുഷ്യപുത്രന്റെ ഒപ്പമുണ്ട്. അതെ, എന്നിലെ സകല മൃഗീയ വാസനകളെ പതിയെ ദൈവിക വാസനകളാക്കി മാറ്റേണ്ട ഒരു കാലം കൂടിയാണ് ഈ നോമ്പുകാലം. ദാനിയേലിന്റെ നോമ്പിനെ നോർത്താം. പഴയ നിയമത്തിലെ ദാനിയേലിന്റെ നോമ്പ് മരിക്കുന്നത് ആരെയാണ്? മൃഗരാജനായ സിംഹത്തെ തന്നെയാണ്. ഗുണപരമായ ഒരു പരിവർത്തനം എന്റെയും ജീവിതത്തിൽ ഉണ്ടാകണമേ. ആമേൻ.